CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെളിനേഴി സാംസ്കാരിക സമുച്ചയം രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. പദ്ധതിക്കായി ടൂറിസം വകുപ്പ് 99 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. MLA-മാരായ P മമ്മിക്കുട്ടി, K പ്രേംകുമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷീരമേഖലയിൽ സോളാർ വ്യാപിപ്പിച്ച് വൈദ്യുതി ചെലവ് ഗണ്യമായി കുറയ്ക്കാനും അതുവഴി ക്ഷീര കർഷകർക്ക് ലാഭം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി കാറൽമണ്ണ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ സൗരോർജ്ജ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ കൂനത്തറയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രാവിലെ 7:30യോടെയായിരുന്നു അപകടം. കൂനത്തറ ആശാദീപം വളവിലാണ് അപകടം സംഭവിച്ചത്. ക്ഷീരമേഖലയിൽ സോളാർ വ്യാപിപ്പിച്ച് വൈദ്യുതി ചെലവ് ഗണ്യമായി കുറയ്ക്കാനും അതുവഴി ക്ഷീര കർഷകർക്ക് ലാഭം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി കാറൽമണ്ണ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ സൗരോർജ്ജ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാറൽമണ്ണ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൽ പുതുതായി സ്ഥാപിച്ച സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പരിപാടി കൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മുടെ പാലക്കാട് ജില്ലയിൽ സമാപിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ 100 ദിന പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ ചിലത് ഇവിടുത്തെ 100 ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില പദ്ധതികളും ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. ഇന്ന് നിരവധി പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സോളാർ പാനലും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷീര സഹകരണ മേഖലകളിൽ കർഷകർക്ക് അവർക്ക് ക്ലാസുകൾ കൊടുക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള ചില സംഘങ്ങളിൽ അത്തരത്തിലുള്ള സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ നിരവധി പദ്ധതികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മങ്ങളായിരുന്നു ഇന്ന് നടന്നത്. നമുക്കറിയാം, കേരളത്തിൽ പാലുൽപാദന രംഗത്ത് വളരെ മുന്നിൽ വരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഞങ്ങൾ ഏകദേശം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നോക്കിയപ്പോൾ 2 ലക്ഷം ലിറ്റർ പാലിൻ്റെ കുറവ് മാത്രമായിരുന്നു കേരളത്തിലുണ്ടായത്. ആ 2 ലക്ഷം ലിറ്റർ പാല് നിലവിലുള്ള പശുക്കളിൽ നിന്ന് ഉൽപാദന വർധവിനെ വരുത്തിക്കൊണ്ട് അത് നികത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ കേരള ഫീഡ്സും അതോടൊപ്പം തന്നെ കേരളത്തിലെ മിൽമയും ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും എല്ലാവരും കൂടെ ഞങ്ങൾ ചേർന്ന് നിന്നുകൊണ്ടാണ് എങ്ങനെ അതിനുള്ള സംവിധാനം കേരളത്തിൽ ഒരുക്കാൻ പറ്റും. ചടങ്ങിൽ സഹകരണ സംഘത്തിലെ ആദ്യകാല ജീവനക്കാരെ ആദരിച്ചു. സർക്കാരിന്റെ 4ാം 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചത്. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി. ക്ഷീരസംഘം പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C കമലം, ചെർപ്പുളശ്ശേരി ക്ഷീരസംഘം പ്രസിഡന്റ് K രാമചന്ദ്രൻ, സ്റ്റാഫുകളും മറ്റ് കൗൺസിലർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. വെള്ളിനേഴി സാംസ്കാരിക സമുച്ചയം രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. പദ്ധതിക്കായി ടൂറിസം വകുപ്പ് 99 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. MLA-മാരായ P മമ്മിക്കുട്ടി, K പ്രേംകുമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ചുറ്റുമതിലും മറ്റു അനുബന്ധ പ്രവൃത്തികളുമാണ് രണ്ടാം ഘട്ട വികസന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിനായി 99 ലക്ഷം രൂപയുടെ ഭരണാനുമതി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനമാണ് കലാഗ്രാമം സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ച് നടന്നത്. MLA-മാരായ K പ്രേംകുമാർ, P മമ്മിക്കുട്ടി എന്നിവർ
ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര IAS, കേരള ടൂറിസം സെക്രട്ടറി കെ ബിജു, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ, മറ്റ് വാർഡംഗങ്ങളും DTPC ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടെ പഞ്ചായത്തിലെ മെമ്പർമാരായ ആളുകളുണ്ട്. അതുപോലെ തന്നെ അവരെ പഞ്ചായത്ത് മെമ്പർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുണ്ട്. കലാഗ്രാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാ നിലയിലും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നിർമ്മാണ ഉദ്ഘാടനം നടത്തണമെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വേദി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം നേരിട്ട് പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വയനാട് കലാമിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുഖ്യ കോർഡിനേറ്റർ എന്ന തരത്തിലുള്ള ചുമതല നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് അവിടുന്ന് വേറിട്ട് പോരാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ് എന്നാണ്. എന്തായാലും ഓൺലൈനായോ വീഡിയോ അയച്ചോ ഞാനിതിൽ പങ്കെടുക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ കയറി വരുന്ന സമയത്ത് ഉദ്ഘാടനം അദ്ദേഹം നടത്തും. എന്തായാലും ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തല സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ അയച്ചു. CCN ചെർപ്പുളശ്ശേരി. വെള്ളിനേഴി കലാഗ്രാമം സാംസ്കാരിക സമുച്ചയ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം ആരോപണവുമായി CPI. സ്വാഗത സംഘം രൂപീകരിക്കുകയോ മുന്നണി മര്യാദ പാലിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ആരെയും അറിയിക്കാതെ നടത്തുന്നത് അഴിമതിക്കാണെന്നും ഇതിനെതിരെ പരാതി നൽകുമെന്നും CPI നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ UDFന്റെ കാലത്താണ് വെള്ളിനേഴിയെ കലാഗ്രാമമാക്കി പ്രഖ്യാപിക്കുകയും അതിന് 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ആസ്ഥാന മന്ദിരവും ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ കലാഗ്രാമം ആസ്ഥാന മന്ദിരം ഇവിടെ നിർമ്മിച്ചപ്പോൾ ഈ നാട്ടിലെ കലാകാരന്മാരൊക്കെ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. കലകൾ പഠിക്കാനും പഠിപ്പിക്കുന്നതിനും കലകൾ അഭ്യസിക്കുന്നതിനും വേണ്ടി ഇത്തരമൊരു സ്ഥാപനം തുടങ്ങിയപ്പോൾ പിന്നെ അത് കലാഗ്രാമം ഉപദേശക സമിതി എന്നൊരു സമിതി അട്ടിമറിച്ച് ഇതൊരു സ്വകാര്യ സ്വത്തായി ഉപയോഗിക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ചില CPM നേതാക്കന്മാർ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന പരിപാടിയാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ആരെയും അറിയിക്കാതെ മറവിൽ ഇരുന്നു കൊണ്ടാണ് പരിപാടി തട്ടിക്കൂട്ടുന്നത്. കരിന്തണ്ടനെ ചങ്ങലക്കിട്ടു നിർത്തിയ പോലെയാണ് DTPC പ്രവർത്തിക്കുന്നത്. ആരെയും അറിയിക്കാതെ ഇത്തരം നാടകങ്ങൾ നടത്തുന്നതിന്റെ പിന്നിൽ വൻ അഴിമതിയാണ്. DTPCയും CPMഉം നടത്തുന്ന പകൽ കൊള്ളയ്ക്കെതിരെ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്ന് CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആലങ്കുണ്ടിൽ രാധാകൃഷ്ണൻ പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K ഹരിദാസ്, T ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഇത് സ്വന്തം ഇഷ്ടപ്രകാരം വെള്ളിനേഴി പഞ്ചായത്തിലെ CPIMന്റെ ചില നേതാക്കന്മാരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇരുട്ടത്തിരുന്നു കൊണ്ടൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ തട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഇതിൽ വൻ അഴിമതി നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു സുതാര്യമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് എങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് വേണം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇവിടെ MP വരുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാൽ മറ്റുള്ള പാർട്ടിക്കാർ അന്വേഷിച്ചപ്പോൾ ആരും ഈ വിവരത്തെ അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിവരം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ രേഖാമൂലം ബന്ധപ്പെട്ട മന്ത്രിക്ക് ഇതിന് പരാതി കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ വൻ അഴിമതി ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു. അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ഇത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് CPI വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. CCN ചെർപ്പുളശ്ശേരി. വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃത്യമായ ഏകോപനത്തോടെ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ വിധത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. ദുരന്തത്തിൽ ഉൾപ്പെട്ട 118 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടലിൽ ഒഴുകിവന്ന മണ്ണടിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതലായും തിരച്ചിൽ നടത്തുക. ഉൾവനത്തിലെ പാറയുടെ അരികുകളിലും പരിശോധന നടത്തും. വിവിധ സേനകളെ കൂടാതെ കടാവർ നായകളെ ഉപയോഗിച്ചും ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തും. ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ തിരച്ചിൽ ആവശ്യമുള്ളത്. ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ
212 ശരീരഭാഗങ്ങളാണ് ഇതുവരെ ലഭിച്ചത്. ഇതിൽ 173 ലഭിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നായിരുന്നു. ലഭിച്ച 231 മൃതദേഹങ്ങളിൽ 80 എണ്ണം കണ്ടെടുത്തതും നിലമ്പൂർ മേഖലയിൽ നിന്നാണ്. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെ, പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ, പൂക്കോട്ടുമണ്ണ മുതൽ ചാലിയാർമുക്ക് വരെ, ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ, കുമ്പളപ്പാറ മുതൽ പരപ്പൻപാറ വരെ തുടങ്ങി 5 സെക്ടറുകളാക്കിയാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട, ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ദൗത്യം 2 ജില്ലകളുടെ ഭാഗമായിട്ടാണ് നടക്കുന്നതെന്നുള്ളതുകൊണ്ട് നിലമ്പൂർ ഭാഗം ഉൾപ്പെടുന്ന, ചാലിയാറിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഡൗൺ സ്ട്രീമിൽ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ച് ഈ കാര്യങ്ങൾ നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലയിലെ സേനാംഗങ്ങളും റവന്യൂ ഉൾപ്പെടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു ആലോചന നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇതിനെ തുടർന്ന് ചേർന്നത്. പോലീസും ഫയർഫോഴ്സും NDRFും ഫോറസ്റ്റും റവന്യൂ ഉൾപ്പെടെ ഇതിൽ അണിചേർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു ആലോചനയാണ് നടന്നത്. നിലമ്പൂരിൽ ചൂരൽമലയിലാണ് ദുരന്തമുണ്ടായതെങ്കിലും നമ്മളിപ്പോൾ 442 ബോഡിയും ബോഡി പാർട്ടും കൂടി കിട്ടിയതിൽ ബോഡി പാർട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയ സ്ഥലം ഈ മലപ്പുറം ജില്ലയാണ്. അതായത് ചൂരൽമല ദുരന്തത്തിൽ ബോഡി പാർട്സായി കിട്ടി 211 എണ്ണത്തിൽ 173 നിലമ്പൂരിൽ നിന്നുള്ള റിക്കവറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ DFO തന്നെ പറഞ്ഞത് അവിടെ 3 മണിക്ക് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭീകരമായ പൊട്ടലുണ്ടായതിന് ശേഷം ഏതാണ്ട് 5:30 മൃതശരീര ഭാഗങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അത്ര സംഹാരരുദ്ധിയായിട്ടുള്ള പുഴയുടെ യാത്ര കായത്രിയിൽ നിന്ന് ചാലിയാറിലേക്ക്, ചാലിയാറിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. തെരച്ചിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ഡൗൺ സ്ട്രീമിലെ 4 പോർഷനുകളാണ്, പ്രത്യേക 4 ഭാഗങ്ങളാക്കിയാണ് തെരച്ചിൽ നടത്തുന്നത്. മുണ്ടേരി മുതൽ പരപ്പൻപാറ വരെ, പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ, പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർമുക്ക് വരെ, ഇരുട്ടുകുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ, ഇങ്ങനെ 4 പോർഷനുകളിലായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉള്ളത്. ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണെന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൂടി നല്ലതുപോലെ മുൻകൈയെടുത്ത് നേരിട്ട് പോകാൻ കഴിയാത്ത കേന്ദ്രങ്ങളെല്ലാം അത്ര വിശദമായ വിധത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. നല്ല പ്ലാൻഡ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന വളരെ സംതൃപ്തികരമാണ്. എങ്കിലും ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ആലോചന കൂടി നടന്നപ്പോൾ സാൻഡ് ബെഡുകളുള്ള സ്ഥലങ്ങൾ ഒന്നുകൂടി പരിശോധിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. CCN മലപ്പുറം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ സമരത്തിന്റെ ഭാഗമായി മലപ്പുറം കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. തുടർന്ന് ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് നിവേദനം നൽകി. കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ നടന്ന ദാരുണമായ സംഭവത്തിൽ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുക, ആശുപത്രികളെ സുരക്ഷിത മേഖലയാക്കി പ്രഖ്യാപിക്കുക, തൊഴിലിടങ്ങളിൽ ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ജില്ലാ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ K. ജ്ഞാനദാസ്, കൺവീനർ ഡോക്ടർ C. ആനന്ദ്, മറ്റു ഡോക്ടർമാരായ P. നാരായണൻ, K. A. പരീത്, അശോക വത്സല, K. വിജയൻ, അബ്ദുസലാം, P. സലീം, K. ഷാജിൽ എന്നിവർ സംസാരിച്ചു. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോൾ ഏകദേശം പുലർച്ചെ കുറെ ആക്രമികൾ അവരെ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്തു. അതിന്റെ പ്രതിഷേധമായിട്ട് IMA, നാഷണൽ IMA, സ്റ്റേറ്റ് IMA കൂടി ആഹ്വാനം ചെയ്തിരിക്കുന്ന സമരമാണ് ഇന്ന് മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മലപ്പുറം IMAയുടെ ലീഡേഴ്സിന്റെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറെ കാണുകയും SPയെ കാണുകയും മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഡിമാൻഡ് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡോക്ടർമാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ സുരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കണമെന്നും അവർക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ മലപ്പുറം IMAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന, ഡിസ്ട്രിക്ട് ലെവലിൽ നടക്കുന്ന ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചു. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് കർഷക ദിനം സമുചിതമായി ആഘോഷിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് കാർഷിക മേഖലയിൽ ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉൽപാദനം വർദ്ധിപ്പിക്കുക,
ഉത്പാദനക്ഷമത, കൂടിയ ഉത്പാദനക്ഷമത കൈവരിക്കുക എന്നുള്ളത്. എല്ലാ മേഖലയിലും ഉത്പാദനം വർദ്ധിപ്പിച്ചു തീരും. പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എല്ലാ രംഗത്തും ഉത്പാദനക്ഷമതയിൽ വർദ്ധിപ്പിച്ചു തീരും. ഇതൊരു കാർഷിക മേഖലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. പ്രശ്നങ്ങളേറെയുണ്ട് കാർഷിക മേഖല. ഈ പ്രശ്നങ്ങളെ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ കർഷകൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഇന്നോ ഇന്നലെയോ ഉണ്ടായതാണ്, അതിന് മുൻപൊന്നും ഉണ്ടായിരുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലെയും ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിലെയും ക്ഷീര കർഷകരെയും വിവിധ വിഭാഗങ്ങളിലെ കർഷകരെയും ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, വെള്ളിനേഴി പഞ്ചായത്തുകളിലെ മാതൃകാ കൃഷിക്കൂട്ടത്തെയും പരിപാടിയിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയലക്ഷ്മി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സെയ്താലി, കാരാകുർശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ, ബ്ലോക്ക് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം കെ സുമിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സുബ്രഹ്മണ്യൻ, പത്മപ്രിയ, സെക്രട്ടറി ഇൻചാർജ് എ ശിവശങ്കരൻ, എ ഡി എ ശ്രീജ, ഡിഇഒ ഡോക്ടർ ശ്യാമ തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. തച്ചനാട്ടുകര പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി. തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാധ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്നതാണ്. ഇത്തവണ നേരത്തെയുള്ള ചില പദ്ധതികളിൽ നമ്മൾ തുടർച്ചയായിട്ട് വരും. നമുക്കറിയാം, തീർച്ചയായിട്ടും നെൽ കർഷകർക്ക് പാലോട് അണ്ണാൻതൊടി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കൃഷി ഓഫീസർ KP ദിലു സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് അധ്യക്ഷയായി. തുടർന്ന് 82 വയസ്സുള്ള മുതിർന്ന കർഷകരായ കൊണ്ട ആനശ്ശേരിയെയും മറ്റു കർഷകരെയും മികച്ച വിദ്യാർത്ഥി കർഷകൻ എന്നിവരെയും ആദരിച്ചു. തുടർന്ന് മണ്ണാർക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഗിരിജ P വിശദീകരണം നടത്തി. തുടർന്ന് മണ്ണാർക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഗിരിജ പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെഹർബാൻ, മണ്ണാർക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ, തച്ചനാട്ടുകര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മൻസൂർ അലി, CP സുബൈർ, ആറ്റബേബി, മണ്ണാർക്കാട് ബ്ലോക്ക് മെമ്പർ തങ്കം മഞ്ചാടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് കൃഷി അസിസ്റ്റന്റ് അബ്ദുസമദ് CM നന്ദിയും പറഞ്ഞു. CCN ചത്തല്ലൂർ. ഒരു പിടി മണ്ണുണ്ടെങ്കിൽ അതിൽ എങ്ങനെയെല്ലാം പൊന്നു വിളയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു യുവ കർഷകൻ. പന്നിശല്യത്തെ തടഞ്ഞ കാലാവസ്ഥയെ പോലും വെല്ലുവിളിച്ച് പച്ചക്കറി കൃഷിയിൽ വ്യാപൃതനായ VK ഉമ്മറിന്റെ കൃഷിവിശേഷങ്ങൾ കാണാം. പെരുമ്പാലപ്പാറ ചോരാണ്ടി റോഡിലെ കോളനിക്ക് സമീപമാണ് ഉമ്മർ തന്റെ കയ്പ കൃഷി ഒരുക്കിയിട്ടുള്ളത്. 30 സെന്റ് സ്ഥലത്ത് 30ഓളം കുഴികൾ എടുത്താണ് കൃഷി. കയ്പ കൃഷി ആദ്യമായിട്ടാണ് ഉമ്മർ കൃഷി ചെയ്യുന്നത്. കയ്പവള്ളികൾ കയറാൻ വേണ്ടി കമ്പിയും വലയും ഉപയോഗിച്ചാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിന് നല്ലൊരു തുക വന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കടകളിൽ നിന്നും വാങ്ങിയ വിത്ത് ഉപയോഗിച്ചാണ് കയ്പ കൃഷി ഇറക്കിയത്. വളമായിട്ട് ജൈവവളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചില്ലറ വിൽപ്പന ആയിട്ടാണ് കടകളിൽ എത്തിക്കുന്നതെങ്കിലും നല്ല മാർക്കറ്റും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ കയ്പ കൃഷി നടാടെയാണ്, ഫസ്റ്റിലാണ്. പിന്നെ ഒരു 30 സെൻറ്റ് സ്ഥലത്ത് ഒരു 30 കുഴി ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പി വല ഒക്കെ കെട്ടി, അപ്പോൾ അതിന് നല്ലൊരു സംഖ്യ ആയിട്ടുണ്ട്. എന്നാലും മര്യാദ വില കിട്ടുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ കയ്പൊക്കെ നല്ല മാർക്കറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ കരിങ്കലത്താണി പിന്നെ കടയിൽ നിന്നാണ് വിത്ത് വാങ്ങിയതാണ്. പിന്നെ കൃഷിഭവനിൽ എഴുതി കൊടുത്ത് സബ്സിഡിക്ക് കൊടുത്തിട്ടുണ്ട്. കിട്ടുമില്ലെന്നൊന്നും അറിയില്ല. കയ്പ കൂടാതെ 30 സെന്റ് സ്ഥലത്ത് മത്തൻ, കുമ്പളം എന്നിവയും കൃഷിയിറക്കിയിട്ടുണ്ട്. കൃഷിയിടത്തിന് ചുറ്റും കമ്പി കൊണ്ടുള്ള വേലി ഒരു ഭാഗത്തും പ്ലാസ്റ്റിക് വലയും മറ്റും ഉപയോഗിച്ച് വേലി മറുഭാഗത്തും ഒരുക്കിയാണ് പന്നിശല്യത്തെ അതിജീവിച്ച് കൃഷി മുന്നോട്ടു പോകുന്നത്. ആളുകൾക്കും വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. തരിശുഭൂമികൾ പരമാവധി കാർഷിക വൃത്തിക്കായി ഉപയോഗപ്പെടുത്തണമെന്നും ഉമ്മർ പറഞ്ഞു. ചീമക്കൊന്നയുടെ തോലിട്ടുണ്ട്, കൊന്ന തോലിട്ടിട്ടുണ്ട് ഫസ്റ്റിൽ. പിന്നെ ജൈവവളം ഇട്ടിട്ടുണ്ട്, ധാരാളം കോഴിക്കാട്ടം പോലുള്ള ജൈവവളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം പിന്നെ രാസവളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചില്ലറ കടകളിലൊക്കെ കൊടുക്കുന്നു. ഇവിടെ പീടികളിലൊക്കെ 10 കിലോ 15 കിലോ ആയിട്ട് പീടികളിൽ കൊടുക്കുകയാണ്. CCN ചത്തല്ലൂർ. ഭീമനാട് ഗ്രാമോദയം വായനശാലയും ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി
പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് രക്തദാന ക്യാമ്പ് നടത്തിയത്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് സന്തോഷ് ബാബു കാഞ്ഞിരങ്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സലീം മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബ് സെക്രട്ടറി അനീഷ് ഇടമുറ്റത്ത് സ്വാഗതവും പ്രസിഡന്റ് സുബിൻ കെ മോഹൻ നന്ദിയും പറഞ്ഞു. ക്യാമ്പിൽ നിരവധി പേർ രക്തദാനം നിർവഹിച്ചു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഭീമനാട് ഗ്രാമോദയവും വായനശാലയും ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ രക്തദാനം ജീവദാനം എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വർഷവും രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഏകദേശം ഭീമനാട് പ്രദേശത്തുള്ള നൂറോളം പേർ ഈ രക്തദാന ക്യാമ്പിൽ പങ്കാളികളായി. CCN ചത്തല്ലൂർ. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ സൂപ്രണ്ട് ബിന്ദു SS സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു അധ്യക്ഷത വഹിച്ചു. നവകേരളം കർമ്മ പദ്ധതി ജില്ലാതല സെക്രട്ടേറിയറ്റ് അംഗവും കില റിസോഴ്സ് പേഴ്സണായ CR മണികണ്ഠൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ AP പ്രവീൺ, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ റോഷൻ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. ശില്പശാലയിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ പഞ്ചായത്ത് തല ആക്ഷൻ പ്ലാൻ അംഗീകരിക്കുകയും വിവിധ മേഖലകളിലെ വിടവുകൾ കണ്ടെത്തി പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്ന് ട്രഷറി വളപ്പിലെ കുഴിയിൽ പശു വീണു. അങ്ങാടിക്കുന്നത്ത് പ്രഭയുടെ വീട്ടിലെ പശുവാണ് വീണത്. ഫയർഫോഴ്സ് എത്തിയാണ് പശുവിനെ പുറത്തെടുത്തത്. കച്ചേരിക്കുന്ന് അങ്ങാടിക്കുന്നത്ത് പ്രഭയുടെ വീട്ടിലെ പശുവാണ് മാലിന്യം നിക്ഷേപിക്കാനായി സ്ഥാപിച്ച കുഴിയിൽ വീണത്. ഉച്ചയ്ക്ക് മേയാൻ വിട്ട പശുവിനെ വൈകിട്ട് 5 മണിക്കും കാണാതായതിനെ തുടർന്ന് അന്വേഷണത്തിലാണ് കുഴിയിൽ പശുവിനെ കണ്ടെത്തിയത്. തുടർന്ന് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് അധികൃതരെത്തി പശുവിനെ പുറത്തെടുക്കുകയുമായിരുന്നു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. മുതിർന്ന പൗരന്മാരുടെ കുടുംബ സംഗമവും മെഡിക്കൽ ക്യാമ്പും നടന്നു. ചെർപ്പുളശ്ശേരി നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ശേഷമാണ് മുതിർന്ന പൗരന്മാരുടെ കുടുംബ സംഗമവും മെഡിക്കൽ ക്യാമ്പും നടന്നത്. ചെർപ്പുളശ്ശേരി നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് അച്ഛന്റെ കൃഷിരംഗത്ത് നേരിടുമ്പോൾ മക്കളൊക്കെ ഒപ്പുണ്ടായിരുന്നു എങ്കിലും ഇന്ന് നമ്മളാരും നമ്മുടെ മക്കളെ അങ്ങനെ വളർത്താനല്ല താല്പര്യപ്പെടുന്നത്. നമ്മൾ ആരെങ്കിലും ഒരു കൃഷിക്കാരൻ കുട്ടിയുടെ കല്യാണം ചെറുപ്പം അയാളാകുമ്പോൾ നമ്മുടെ ജീവിതാവസ്ഥകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാറുണ്ടോ? നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ UK-ലോ അമേരിക്കയിലോ ഉള്ള ആൾക്കാരെ നമ്മുടെ കുട്ടിയെ കല്യാണം ചെറുക്കും. അയാളെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്കൂൾ മാഷോ അതുകൊണ്ട് പോരാതെ കാലം ചെയ്യും. സ്കൂൾ മാഷോ ബാങ്ക് ജീവനക്കാരനോ പോരാതെ UK-ലോ കന്നഡയിലോ ഉള്ള പയ്യന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന മകളെ നമുക്ക് ഉപകരിക്കാൻ ഉറപ്പല്ലേ? NEXCC പ്രസിഡന്റ് P ഉണ്ണിയൻകുട്ടി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി K സേതുമാധവൻ, VV രാജഗോപാൽ, PK വാസുദേവൻ, വാർഡ് കൗൺസിലർ TK സലാം, രാധാബായി, പ്രേമലത എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. തുടർന്ന് മെഡിക്കൽ ക്യാമ്പും നടന്നു. CCN ചെർപ്പുളശ്ശേരി. ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ഹെൽത്ത് സബ് സെന്ററിന്റെ നേതൃത്വത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം MK ദ്വാരകനാഥൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ബാപ്പുജി ചിൽഡ്രൻസ് പാർക്കിൽ നടന്ന പ്രദർശനത്തിൽ വീടുകളിൽ തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. രാജസ്ഥാൻ സ്വദേശികളായ സന്തോഷി, പത്മ എന്നിവർ കൊണ്ടുവന്ന വിഭവങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. പോഷക ഗുണമുള്ള മികച്ച വിഭവങ്ങൾ ഉണ്ടാക്കിയ 3 പേർക്ക് പ്രത്യേക സമ്മാനങ്ങളും പങ്കെടുത്തവർക്കെല്ലാം പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ആരോഗ്യവകുപ്പ് ജീവനക്കാരായ P ജയകൃഷ്ണൻ, PT മഞ്ജു, AP പ്രസീത എന്നിവർ ക്ലാസ് എടുത്തു. ആരോഗ്യ പ്രവർത്തകരായ ലത മാടമ്പിയിൽ, AP ഭാർഗവി, A വത്സലകുമാരി, K ജയ എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പുഞ്ചപ്പാടത്ത് റൈസിംഗ് സ്റ്റാർസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ക്ലബ് സെക്രട്ടറി സുബിൻ ദാസിൽ നിന്നും തുക ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, വാർഡ് മെമ്പർമാരായ ജയശ്രീ, രാജശ്രീ, ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി സുധീഷ് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ കൂനത്തറയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രാവിലെ 7:30-ഓടെയായിരുന്നു അപകടം. കൂനത്തറ ആശാദീപം വളവിലാണ് അപകടം സംഭവിച്ചത്.
തൃക്കടേരി കിഴൂർ റോഡിൽ മനപ്പാടൻ അഫ്സലാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. ഉളപ്പുള്ളി ഭാഗത്തേക്ക് പോകുകയായിരുന്ന അഫ്സലിന്റെ ബൈക്കിൽ എതിരെ നിയന്ത്രണം വിട്ടുവന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ അഫ്സലിനെ വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CCN ഒറ്റപ്പാലം. FITU സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ചുങ്കത്ത് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം അമ്പാട്, ഉസ്മാൻ മുല്ലക്കര, MH മുഹമ്മദ്, ഷാനവാസ് കോട്ടയം തുടങ്ങിയവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെളിനേഴി സാംസ്കാരിക സമുച്ചയം 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. പദ്ധതിക്കായി ടൂറിസം വകുപ്പ് 99 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. MLA-മാരായ P മമ്മിക്കുട്ടി, K പ്രേംകുമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷീരമേഖലയിൽ സോളാർ വ്യാപിപ്പിച്ച് വൈദ്യുതി ചെലവ് ഗണ്യമായി കുറയ്ക്കാനും അതുവഴി ക്ഷീര കർഷകർക്ക് ലാഭം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കാറൽമണ്ണ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ സൗരോർജ്ജ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ കൂനത്തറയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രാവിലെ 7:30യോടെയായിരുന്നു അപകടം. കൂനത്തറ ആശാദീപം വളവിലാണ് അപകടം സംഭവിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.